ലാൽ സാറുമായിട്ടുള്ള ആ അടുപ്പം കൊണ്ട് തന്നെയായിരിക്കും എസ് ടി സ്കേപ്സിൻ്റെ വിശേഷങ്ങൾ. എസ് ടി സ്കേപ്സ് എൻ്റെ ഒരു അദ്ദേഹം തന്നെയുള്ള അതിൻ്റെ ഉദ്ഘാടനം മറ്റ് പരിപാടികളൊക്കെ കോവിഡിൻ്റെ ഒരു ബാഹ്യഫലമായിട്ടാണ്. കോവിഡ് വന്നപ്പോൾ ഒരു വർഷം വെറുതെ ഇരുന്നു. അപ്പോൾ മനസ്സിലായി ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന അസുഖങ്ങളോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കാവും, ഫാമിലി സ്റ്റക്കാവും. അപ്പോൾ അത് പലതവണ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടു. ആ സമയത്ത് അങ്ങനെയാണ് ഞങ്ങളൊരു സംഘടന തുടങ്ങിയ കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്. പിന്നെ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. 7000 പേരുണ്ട് തൃശ്ശൂരൊക്കെ. സംഘടനയുടെ വലിയ ശക്തമായൊരു ബ്രാഞ്ചുണ്ട്. കലാകാരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒരു സിസ്റ്റം മാത്രം പോരാ, സൈഡിലൊരു വേറൊരു ഇൻകം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് തുടങ്ങി. അതിനൊരു തുടർച്ച ഉണ്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് മൊമെന്റിനപ്പുറം. അതെ. പിന്നെ എന്തായാലും ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ വന്നു. 26 വർഷമായിട്ട് മ്യൂസിക്കും ഫിലിമുമായിട്ടും സഹകരിച്ച് നമ്മൾ പോകുന്നു. എനിക്കെന്തായാലും തിരിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ് ഇപ്പോഴുള്ള അത് വന്നത്. അന്നുപോലെ ലാലേട്ടൻ പണി നടക്കുമ്പോഴും അത് കാണാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ബിൽഡിംഗ് എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ കാണാൻ വന്നപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു എൻ്റെ ആഗ്രഹം ലാലേട്ടൻ അതിൽ വേണം ഉദ്ഘാടനം ചെയ്യാൻ. അപ്പോൾ അയ്യോ ഞാൻ വരില്ല എന്നൊക്കെ അതെങ്ങനെ പറയുക. പിന്നെ എന്തിനാണ് ഞാൻ വരുന്നത്, വേറെ ആരെങ്കിലും കൊണ്ടൊക്കെ ചീപ്പിക്കുകയും പറഞ്ഞു. എനിക്ക് ആഗ്രഹം മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് വരണം എന്നായിരുന്നു. അപ്പോൾ മമ്മൂക്ക ലണ്ടനിലായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. ഈ ആഴ്ച മുതൽ ഒരു വർക്ക് തുടങ്ങാണ്. പക്ഷെ മമ്മൂക്ക എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫാമിലിയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത 2 ആഴ്ച കഴിഞ്ഞാൽ വരും. അപ്പോൾ അദ്ദേഹം വരാം. ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം ഇതായിരുന്നു. അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാം. അത് മാത്രമല്ല, ഇത് മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ച് വരാനുള്ള ഒരു വലുപ്പമുള്ളൊരു സ്വപ്നം കൂടിയാണ് സഫലമായിട്ടുള്ളത്. കാരണം വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ചെയ്യുന്നത്. എനിക്ക് സ്റ്റുഡിയോകളും സ്കൂളുകളൊക്കെ ഉണ്ട്. ഇത്രയും വലിയ ക്യാൻവാസിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലുത് എന്നുള്ളതിനപ്പുറം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്പേസ് ആയിരിക്കും. മൾട്ടിപർപ്പസ് ടെക്നോളജിക്കലി ഏറ്റവും വലിയൊരു സ്പേസ് ആണ്. ഈ സ്റ്റുഡിയോ ഡിസൈൻ ചെയ്ത് നമ്മുടെ സജിയേട്ടൻ ഒക്കെ അതിലൊരു എന്നെ ഭാഗമാണ്, ഒരു കൺസൾട്ടൻ്റ് ആണ്. എന്നെ കുറേ അഡ്വൈസ് ചെയ്യും. എൻ്റെ ലൈഫിൽ എന്നെ കുറേ നല്ല അഡ്വൈസ് തന്നിട്ടുള്ള സജിയേട്ടൻ. ഞാനിപ്പോഴും മനസ്സിൽ ഓർക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളിൽ എന്നെ സ്നേഹിക്കുകയും ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് സജി. അപ്പോൾ സജിയേട്ടനെ ഞാൻ വളരെ അടുത്താണ് പരിചയപ്പെടുന്നത്. പക്ഷേ ഞങ്ങൾ 2 മാസം കൊണ്ട് വളരെ ഹൃദയബന്ധമുള്ള 2 ആൾക്കാരായി. 1 മണിക്കൂർ സജിയേട്ടനായിട്ട് ഇടപെട്ടാൽ ഏത് വ്യക്തിക്കപ്പോൾ ഇത് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നതും സജിയേട്ടൻ്റെ ഒരു നല്ലൊരു വർക്ക് സ്കില്ലാണ് ഇതിലിപ്പോൾ കാണുന്നത്.